ചേർത്തല തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും ലഭിച്ച രക്തക്കറ ജൈനമ്മയുടേതെന്ന് പരിശോധനാ ഫലം. ഇയാൾ ചേർത്തലയിലെ സ്ഥാപനത്തിൽ വിൽക്കുകയും പണയപ്പെടുത്തുകയും ചെയ്ത സ്വർണം ജൈനമ്മയുടേതെന്നും സ്ഥിരീകരിച്ചു. ഫോറൻസിക് റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധന കേസ് അന്വേഷണത്തിന് ശക്തി പകരുന്നതാണ് ഫോറൻസിക് റിപ്പോർട്ട്. പ്രതി സെബാസ്റ്റിന്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ലഭിച്ച രക്തക്കറ ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിക്കുന്നതാണ് പരിശോധനാ ഫലം. തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലാബിലാണ് പരിശോധന നടത്തിയത്. കൃത്യത്തിൽ സെബാസ്റ്റിനിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവെന്ന നിലയിൽ ഫോറൻസിക് ഫലം ക്രൈംബ്രാഞ്ചിന് കരുത്താകും. ലഭിച്ച അസ്ഥി കഷ്ണങ്ങളുടെ DNA ഫലം കൂടി ലഭിക്കുന്നതോടെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും. കഴിഞ്ഞ 12 ദിവസമായി കോട്ടയം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട്. ഈ മാസം 26 വരെ ഇയാളുടെ റിമാൻഡ് കാലാവധി കോടതി നീട്ടിയിരുന്നു. 2024 ഡിസംബർ 23 മുതലാണ് ജൈനമ്മയെ കാണാതായത്. ബിന്ദു പത്മനാഭൻ, ആയിഷ, സിന്ധു എന്നീ സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റിന് പങ്കുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. മീഡിയ 1 കോട്ടയം.